സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ദേവീമാഹാത്മ്യം 11-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം. വിദ്യുത് സുശാസ്ത്രേഷു വിവേകദീപേ സ്വാദേഷു വാക്യേഷു ചകാത്വതന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്തെ തദതീവ വിശ്വം. വിദ്യുത് സുശാസ്ത്രേഷു വിവേകദീപേ സ്വാദേഷു വാക്യേഷു ചകാത്വതന്യ. വിവേകദീപങ്ങളായി വിദ്വത്വം, ശാസ്ത്രം, ഉപനിഷദാദിവാക്യം എന്നിവയെല്ലാം ഉണ്ടെങ്കിലും മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്തെ തദതീവ വിശ്വം. അത്യധികം അന്ധകാരമായ മമത്വമാകുന്ന പടുകുഴിയിൽ വീഴ്ത്തി ഈ ജഗത്തിനെ ഭ്രമിപ്പിക്കുന്നത് ഹേ അംബികേ, ദേവി അവിടുന്നല്ലേ. ദേവി നമസ്കാരം. ആത്മാനാത്മ വിവേചന തൽപരങ്ങളായിരിക്കുന്ന വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷദാദിവാക്യങ്ങൾ ഇവയെല്ലാം വിവേകദീപങ്ങളായി ഉണ്ടെങ്കിലും അത്യധികം മമത്വമാകുന്ന പടുകുഴിയിൽ വീഴ്ത്തി ഞാൻ എൻ്റേത് എന്ന സ്വാർത്ഥഭാവത്തെ വളർത്തി അന്ധകാരമാകുന്ന മോഹഗർത്തത്തിൽ തള്ളിയിട്ട് ഈ ജഗത്തിനെ ഭ്രമിപ്പിക്കുന്നത് ഹേ അംബികേ അവിടുന്നല്ലേ. ദേവി നമസ്കാരം. ഞാനെന്നും എനിക്കെന്നും എൻ്റേതെന്നുമുള്ള മമത, അങ്ങനെയുള്ള സ്വാർത്ഥ ചിന്ത ഉണ്ടാകും തോറും സത്യത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നു. അങ്ങനെയുള്ളവർക്ക് സത്യദർശനം സാധ്യമാകുന്നില്ല. മായയിൽ ഭ്രമിക്കപ്പെട്ടിരിക്കുന്ന, മോഹിക്കപ്പെട്ടിരിക്കുന്ന മനസ്സ് അജ്ഞാനാവൃതമായിരിക്കും. ഇങ്ങനെ കേൾക്കുമ്പോൾ മായ വേറെ, ഈശ്വരൻ വേറെ എന്ന് ധരിക്കരുത്. ജഗദീശ ശക്തി തന്നെയാണ് ഈ മായ എന്ന് പറയുന്നത്. മായയും മായാവിയും മായയിൽ നിന്നും രക്ഷിക്കുന്നതും ഒരേ ശക്തി തന്നെയാണ്. ആ മായയെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മായയാകുന്ന കൊടുങ്കാറ്റിൽ പെട്ടുപോകില്ല. ഇങ്ങനെയുള്ള മഹാമായയാകുന്ന ഭഗവതിക്ക് നമസ്കാരം. 32-ാമത്തെ ശ്ലോകം. രക്ഷാംസി യത്രോഗ്ര വിശാശ്ചനാഗ യത്രാരയോ ദസ്യു ബലാനി യത്ര ദാവാനലോ യത്ര തദാബ്ധിമധ്യേ തത്ര സ്ഥിതാനാം പരിഹംസി ചാർത്തിം. രക്ഷാംസി യത്രോഗ്ര വിശാശ്ചനാഗ. രക്ഷസുകളുടെയും ഉഗ്രവിഷമുള്ള നാഗങ്ങളുടെയും യത്രാരയോ ദസ്യു ബലാനി യത്ര. ശത്രുക്കളുടെയും പിടിച്ചു പറിക്കുന്നവരുടെയും സൈന്യങ്ങളുടെയും ദാവാനലോ യത്ര തഥാബ്ധി മധ്യേ. കാട്ടുതീയിലും അതുപോലെ സമുദ്രമധ്യത്തിലും അകപ്പെടുമ്പോൾ തത്ര സ്ഥിതാനാം പരിഹംസി ചാർത്തിം. ഇങ്ങനെ ബാധകളിൽ നിന്ന് അകറ്റി രക്ഷിക്കാൻ പ്രാപ്തയായ ദേവി, ഞങ്ങളെ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണമേ. രക്ഷസുകളുടെയും ഉഗ്രവിഷങ്ങളുള്ള നാഗങ്ങളുടെയും ശത്രുക്കളുടെയും പിടിച്ചു പറിക്കുന്നവരുടെയും സൈന്യങ്ങളുടെയും കാട്ടുതീയുടെയും ബാധയിൽ നിന്ന് അകറ്റി രക്ഷിക്കാൻ പ്രാപ്തയായ ദേവി, സമുദ്രമധ്യത്തിൽ അകപ്പെട്ടു വലയുമ്പോൾ രക്ഷ നൽകുന്ന ഹേ ദേവി, ഞങ്ങളുടെ ദുഃഖത്തെ തീർക്കണമേ, രക്ഷിക്കണമേ. 33-ാമത്തെ ശ്ലോകം. വിശ്വേശ്വരീ ത്വം പരിപാഹി വിശ്വം വിശ്വാത്മികാധാരയസേ ച വിശ്വം വിശ്വേശ്വന്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്ര. വിശ്വേശ്വരി, ഈ വിശ്വത്തിന് ഈശ്വരിയായിരിക്കുന്ന ദേവി, ഇക്കാണായ പ്രപഞ്ചത്തിന് നിയാമികയായിരിക്കുന്ന ഹേ ദേവി, ത്വം പരിപാഹി വിശ്വം, അവിടുന്ന് ഈ വിശ്വത്തെ രക്ഷിക്കണമേ. വിശ്വാത്മികാധാരയസേ ച വിശ്വം, ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ വഹിച്ച് ദേവിയാണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത്. വിശ്വേശവന്യ ഭവതി ഭവന്തി, വിശ്വേശന്മാരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും ദേവിയെ വന്ദിക്കുന്നു. വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്ര, ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ ഈ വിശ്വത്തിന്
ആശ്രയഭൂതന്മാരായിത്തീരുന്നു. ഈ വിശ്വത്തിന് ഈശ്വരിയായിരിക്കുന്ന ഹേ ദേവി, അവിടുന്ന് ഈ വിശ്വത്തെ രക്ഷിക്കണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ വഹിച്ച് ദേവിയത്രേ ഈ വിശ്വത്തെ ചമച്ചിരിക്കുന്നത്. വിശ്വേശ്വരന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും ദേവിയെ വന്ദിക്കുന്നു. ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവരെ ഈ ലോകവും പൂജിക്കുന്നുണ്ട്. അവർ വിശ്വത്തിന് ആശ്രയഭൂതന്മാരായിരിക്കുന്നു. 34-ാമത്തെ ശ്ലോകം. ദേവി പ്രസീദ പരിപാലയ നോരിഭീതേർ നിത്യം യഥാസുര വധാദധുനൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാംശ്ച മഹോപസർഗാൻ. ദേവി പ്രസീദ പരിപാലയ നോരിഭീതേർ. ഹേ ദേവി, പ്രസാദിക്കണമേ. അരിഭീതേഹേ പരിപാലയ, ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യം യഥാസുര വധാധധുനൈവ സദ്യ. ഇപ്പോൾ അസുരന്മാരെ കൊന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിത്യവും രക്ഷിക്കണമേ. പാപാനി സർവജഗതാം പ്രശമം നയാശു. എല്ലാ ജഗത്തുക്കളുടെയും പാപത്തെ വേഗം ശമിപ്പിച്ചാലും. ഉത്പാദപാകജനിതാംശ്ച മഹോപസർഗാൻ. ഇടിവെട്ടുക തുടങ്ങിയ ദുർനിമിത്തങ്ങളോടുകൂടിയ മഹാ അനർത്ഥങ്ങളെയും വേഗം ശമിപ്പിച്ചാലും. ഹേ ദേവി, പ്രസാദിക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ അസുരന്മാരെ കൊന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിത്യവും രക്ഷിക്കണമേ. എല്ലാ ജഗത്തുക്കളുടെയും പാപത്തെ വേഗം ശമിപ്പിച്ചാലും. ഇടിവെട്ടുക തുടങ്ങിയ ദുർനിമിത്തങ്ങളോടുകൂടിയ മഹാനർത്ഥങ്ങളെയും വേഗം ശമിപ്പിച്ചാലും. 35-ാമത്തെ ശ്ലോകം. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഢേ ലോകാനാം വരദാഭവ. പ്രണതാനാം പ്രസീദത്വം. ദേവി, ശരണം പ്രാപിക്കുന്നവരിൽ പ്രസന്നയാകുന്ന ദേവി. ദേവി വിശ്വാർത്തിഹാരിണി, ഈ വിശ്വത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഹേ അംബികെ. ത്രൈലോക്യവാസിനാമീഢേ, 3 ലോകങ്ങളിൽ വസിക്കുന്നവരാലും സ്തുതിക്കപ്പെടുന്ന ദേവി. ഭഗവതി നമസ്കാരം. ലോകാനാം വരദാഭവ, ലോകങ്ങൾക്കെല്ലാം ദേവി വരദയായി ഭവിച്ചാലും. ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്ന ഹേ ദേവി, ഈ വിശ്വത്തിൻ്റെ ദുഃഖത്തെ പോക്കുന്ന ഹേ അംബികെ. ത്രൈലോക്യത്തിൽ വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്ന ദേവി ഭഗവതിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവി ലോകങ്ങൾക്ക് വരദയായി ഭവിച്ചാലും. ഇത്രയും ശ്ലോകങ്ങൾ കൊണ്ടാണ് ശുംഭനെ കൊന്നതിന് ശേഷം ദേവന്മാർ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചത്. ഓം മഹാത്രിപുരസുന്ദരേ നമഃ.